സുഹൃത്തുക്കളെ, ബിയോണ്ട് ദ പേജിൽ നിന്ന് ഞാൻ ഒരു പുസ്തകത്തെ അല്ല പരിചയപ്പെടുത്തുന്നത്, ഒരു പുസ്തകത്തിലെ ഒരധ്യായത്തെ മാത്രം പരിചയപ്പെടുത്തുകയാണ്. ഈ പുസ്തകം മറ്റാരും എഴുതിയതല്ല, ഞാൻ തന്നെ എഴുതിയതാണ്. ജീവിതമേ നന്ദി എന്ന എൻ്റെ ആദ്യ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് പരിചയപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം, ഞാൻ എഴുതാനോ അല്ലെങ്കിൽ വായിക്കാനോ ഒക്കെ തുടങ്ങിയതും എനിക്കതിനുള്ള ചെറിയ ചെറിയ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള ചാലക ശക്തി എന്നുള്ളത് വായന എന്നത് മാത്രമാണ്. അതിൽ കൂടുതൽ അതിനപ്പുറം മറ്റൊരു ഇതില്ല. വായനയും അനുഭവങ്ങളും ആണ് അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. വായനയാണ്. ഈ വായനയെ ചെറുപ്പം മുതലേ വായന ഇഷ്ടപ്പെട്ടു നിന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പിന്നീട് ഞാൻ ആ വായനയുടെ അനുഭവങ്ങളുമൊക്കെയായി ഈ ഗൾഫിൽ മരുഭൂമിയിൽ എത്തിപ്പെടുകയും അവിടെ നിന്നുണ്ടായ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് വായനക്കാലത്ത് കൂടി ആളുകൾക്ക് ഉപകരിക്കും എന്നുള്ള ഒരു രീതി ഈ ലേഖനത്തിനുണ്ട്, അല്ലെങ്കിൽ ഈ അധ്യായത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു കഥാരൂപത്തിൽ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്. വായിച്ച് കിട്ടിയ പാദസരം എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു കഥയായാം, അല്ലെങ്കിൽ ലേഖനമാവാം, അല്ലെങ്കിൽ മറ്റെന്തുമാവാം. പക്ഷേ വായിച്ച് കിട്ടിയ പാദസരം, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ജോലികളൊന്നും കൃത്യമായി ചെയ്യാതെ, അതായത് വീട്ടുജോലികൾ കൃത്യമായി ചെയ്യുന്നതിൽ വിമുഖനായിരുന്ന ഒരാളായിരുന്നു ഇതിലെ കഥാനായകൻ. അത്യാവശ്യം കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിലേക്കൊന്നും ശ്രദ്ധ ചെലുത്താതെ ഇദ്ദേഹം പുസ്തകം വായിച്ചും പന്ത് കളിച്ചും സിനിമ കണ്ടും ഇങ്ങനെയൊക്കെ നടന്ന ഒരു ജീവിതത്തെ ആഘോഷിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം. മറ്റ് മാർഗങ്ങളിലൂടെയല്ല. പ്രധാനമായി ഇദ്ദേഹം വീട്ടിനെ അടച്ചിരുന്ന് വായിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഉച്ച കഴിഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആവുന്നതോടുകൂടി ഇദ്ദേഹം ഫുട്ബോൾ ഗ്രൗണ്ടുകളിലേക്ക് പോവുകയും അവിടെ ഫുട്ബോൾ കളിക്കുകയും നാട്ടിലെ അറിയപ്പെടുന്ന കളിക്കാരനായി മാറുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ വളർന്നപ്പോൾ ഇദ്ദേഹത്തിന് ഈ മകന് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തോന്നിയതുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് കരകടത്തുക എന്ന് പറയും എന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് ഗൾഫിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. അത് ഗൾഫിലേക്കുള്ള യുവാക്കളുടെ കുത്തൊഴുക്കിൻ്റെ ഒരു പ്രവാഹം, മലയാളിയുടെ ഒരു പ്രവാഹം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ പുലരിത്തണുപ്പിനോട് വിട പറഞ്ഞ് 1980 അവസാനങ്ങളിൽ ഘട്ടത്തിൽ കോഴിക്കോട് നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇദ്ദേഹം മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറുകയും ഒരു സംഘം ഗൾഫിലേക്ക് പോകുന്ന സംഘത്തോടൊപ്പം യാത്രയാവുകയും അവിടെ മംഗലാപുരത്ത് നിന്ന് പിന്നീട് ബസ്സിലാണ് യാത്ര. ആ കാലഘട്ടങ്ങളിലൊക്കെ കർണാടകത്തിലെ മൊട്ടക്കുന്നുകളുടെയും നെൽപ്പാടങ്ങളുടെയും ഒക്കെ കാഴ്ചകൾ കണ്ടും അത് ആസ്വദിച്ചുമൊക്കെയുള്ള ഗൃഹാതുര സ്മരണകൾ ഇരമ്പുന്ന മനസ്സുകളുമായിട്ടാണ് ആ കാലങ്ങളിലേക്ക് ഗൾഫിലേക്ക് പോകാറ്. അപ്പോൾ ഇതിലെ കഥാപാത്രവും ആ കാലഘട്ടങ്ങളിൽ ഗൾഫിലെത്തി ഇദ്ദേഹത്തിന് കാര്യമായ ജോലിയൊന്നും നിർഭാഗ്യവശാൽ ആദ്യത്തെ 1-2 വർഷം ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴും ഇദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ ലഗേജിൽ വെക്കാൻ മറന്നിരുന്നില്ല. നാട്ടിൽ നിന്ന് ധാരാളം വായിക്കുകയും അത് ഒരു അനുഭൂതിയാക്കി അത് സിരകളിൽ ഒഴുകുന്ന ഒരു ലഹരിയായി കൊണ്ട് നടന്നിരുന്നതിനാൽ കുറച്ച് പുസ്തകങ്ങൾ കിടക്കട്ടെ എന്ന് വിചാരിച്ച് മറ്റുള്ള വീട്ടുകാരൊന്നും കാണാതെ ഇതൊക്കെ ബാഗിൽ കെട്ടി ഒതുക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര. അങ്ങനെ ബോംബെയിലെത്തി. ബോംബെയിലും കുറച്ച് ബുദ്ധിമുട്ടി. 1 മാസത്തോളം ബോംബെയിൽ കഴിയേണ്ടി വന്നു. അങ്ങനെയൊക്കെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ചെങ്കടൽ തീരപട്ടണമായ ജിദ്ദയിലാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങി അവിടെ അഗ്രിമെൻ്റ് വിസയായിരുന്നു. പറഞ്ഞ ജോലിയൊന്നും ഇല്ല. കുറേ ബുദ്ധിമുട്ടി. കുറേ ആളുകളെ, നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് കുറേ മാസങ്ങളോളം ഇവർ ഭക്ഷണം പോലും കഴിച്ചിരുന്നത്. അതിൽപ്പെട്ട ഈ കഥാനായകൻ, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തെ അവിടെ നിന്നും ഫുട്ബോൾ കളിക്കാൻ, മലയാളികൾ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റുകളിലേക്ക് കളിക്കാൻ വേണ്ടി പഴയ സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതൊക്കെ വീടുകളിൽ അറിയുമ്പോൾ വീട്ടുകാർ പറയുകയാണ് അവൻ അവിടെ ഇരുന്നും പന്ത് കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു രീതി. സ്വാഭാവികമാണ് ആ കുറ്റപ്പെടുത്തലുകൾ. അങ്ങനെയുള്ള കാലത്താണ് ഈ കഥാനായകൻ്റെ ഉമ്മ എപ്പോഴും പറഞ്ഞിരുന്നു, ഇയാൾ നാട്ടിൽ നിന്ന് പിരിഞ്ഞു ഗൾഫിലേക്ക് യാത്രയാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ മകൾ, വെറും 6 മാസം പ്രായമുള്ള മകളായിരുന്നു. അവൾ പ്രസവിച്ച് കിടന്നിരുന്ന ആ സമയത്താണ് ഗൾഫിലേക്ക് വരുന്നത്. അപ്പോൾ ആ 2 വർഷമൊക്കെ ആയപ്പോഴേക്കും ഉമ്മാക്കൊക്കെ പരാതിയൊക്കെ തുടങ്ങി. മകൾക്കെങ്കിലും ഒരു സ്വർണത്തിൻ്റെ പാദസരം ഇവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇവൻ അവിടെ പോയിട്ടും ജോലിയൊന്നുമില്ല, വായനയും അതുപോലെ തന്നെ പന്തിലേക്കായി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറ്റപ്പെടുത്തലുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ശരിയുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ്
ഈ അങ്ങനെ കുറേ കാലം ഒരു പിന്നെ മുന്നോട്ട് പോയി ജോലി, പിന്നീട് അദ്ദേഹം നാട്ടിൽ വരികയും വീണ്ടും ലീവിനൊക്കെ പോവുകയും ചെയ്തെങ്കിലും ഇത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രവാസം ഒരു 15 വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷമൊക്കെ മുന്നോട്ട് പോയപ്പോഴാണ് സൗദി അറേബ്യയിൽ ആദ്യമായി ഒരു മലയാളി പത്രം മലയാളം ന്യൂസ് എന്ന പേരിൽ വരുന്നത്. അപ്പോൾ അതിൽ ഇദ്ദേഹം എഴുതാൻ തുടങ്ങി. അത് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉള്ള അവരുടെ എഴുത്തിനും അവരുടെ കുറിപ്പുകളും ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പത്രമായിരുന്നു. നാട്ടിൽ നിന്നുള്ള കോളമിസ്റ്റുകളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഈ വായിച്ച പരിചയമൊക്കെ വെച്ച് രാഷ്ട്രീയ ലേഖനങ്ങളും സാംസ്കാരിക ലേഖനങ്ങളും സാഹിത്യ നിരൂപണങ്ങളും നമുക്ക് എഴുതാൻ തുടങ്ങി. അങ്ങനെ അതിൽ ഏറ്റവും നല്ല ലേഖനങ്ങൾക്ക്, അതിൽ വരുന്ന ഓരോ മാസത്തിൽ വരുന്ന നല്ല മികച്ച ലേഖനങ്ങൾക്ക് ഒരു സ്വർണ്ണ കോയിൻസ് സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നു ഈ പത്ര ഉടമകൾ. അത് ഭാഗ്യവശാൽ ഈ ആൾക്കാണ് 4 പ്രാവശ്യം ലഭിക്കുകയുണ്ടായി. തുടർച്ചയായിട്ടല്ലെങ്കിൽ കൂടിയും 4 മാസത്തിൽ 4 ലേഖനത്തിന് 4 സ്വർണ്ണ കോയിൻസ് ഈ കഥാനായകൻ ലഭിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഉമ്മയൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ മകൾക്കൊരു സ്വർണ്ണപ്പാദസരം എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ 4 സ്വർണ്ണ കോയിൻസ് 4 പവൻ നാട്ടിലേക്ക് വരുന്ന സുഹൃത്തുക്കളെടുത്ത് കൊടുത്തു വിടുകയാണ്. എന്നിട്ട് അത് കത്തും എഴുതുക. അന്ന് ഫോണൊന്നുമില്ലാത്ത കാലം. കത്തും എഴുതി ഈ ഉമ്മാനോട് ഇത് മകൾക്ക് സ്വർണ്ണപ്പാത്രം ഉണ്ടാക്കാനാണ് കൊടുത്തു വിടുന്നത് എന്ന് പറയുകയും ഭാര്യയ്ക്ക് കത്തിലത് സൂചിപ്പിക്കുകയും ചെയ്തു, എങ്ങനെയാണ് ഈ സ്വർണ്ണ കോയിൻസ് സംഘടിപ്പിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമ്മാക്കൊക്കെ വലിയ സന്തോഷം, വീട്ടുകാർക്കൊക്കെ സന്തോഷിച്ച് അവർ പറയുകയാണ്, അവൻ അവിടെ പോയിട്ടും ജോലിയും ശരിക്കും കിട്ടിയില്ല, പണിയും തരമൊന്നുമില്ല എന്ന് പറയുക ആ ഭാഷയിൽ, കൊളോക്കിയൽ ലാംഗ്വേജിൽ കിട്ടിയില്ല. അവിടെ നിന്നും പന്തുകളിയാണ്, അവിടെയും ബുക്ക് വായിക്കലാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എൻ്റെ കുട്ടിക്കൊരു സ്വർണ്ണപ്പാസരം ഏതായാലും ഇപ്പോഴേലും കിട്ടിയാലോ, എങ്ങനെ ഇപ്പോൾ ഇത് കിട്ടിയതാവോ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞത്രേ, ഇങ്ങനെ ഈ കഥാനായകൻ്റെ ഭാര്യ പറഞ്ഞിങ്ങനെ അവിടെ പത്രങ്ങളിൽ ലേഖനം എഴുതിയിട്ട് അതിന് സമ്മാനം കിട്ടിയ 4 കോയിൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ സ്വാഭാവികമായിട്ടും പറയുകയാണ്, ഇത് കുറച്ചൊക്കെ ഒരു കഥ എന്നുള്ള രീതിയിൽ ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ ഇതിൽ വരും കേട്ടോ, എന്നാൽ പോലും സംഭവത്തിൻ്റെ ഒരു സംഭവ കഥ തന്നെയാണിത്. അപ്പോൾ പറയുകയാണ്, ഓൻ അന്ന് അധിക്ഷേപിച്ചിരുന്ന, അല്ലെങ്കിൽ അധിക്ഷേപം എന്ന് പറഞ്ഞുകൂടാ, അന്ന് വിമർശിച്ചിരുന്ന, അമർഷം കൊണ്ടിരുന്ന ഉമ്മയടക്കം പറയണം, അന്ന് ഇപ്പം വാതിലൊക്കെ അടച്ചുകൂട്ടിയിരുന്ന് അറയിൽ വായിച്ചിരുന്നതിൻ്റെ പലതരം ഇപ്പം എൻ്റെ കുട്ടിക്ക് 2 ഒരു സ്വർണ്ണപ്പാസം കിട്ടിയാലോ, അന്നിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ട് പണിക്കൊന്നും പോകാതെ വായിച്ചത് കൊണ്ടാണ് ഇത് എഴുതാൻ കഴിയുന്നത്. ഇതാണ് ഇതിൻ്റെ സാരം. അപ്പോൾ അങ്ങനെയാണ് ആ ലേഖനത്തിന്, ആത്മകഥാംശമുള്ള ലേഖനത്തിന് വായിച്ച് കിട്ടിയ പാദസരം എന്ന പേര് നൽകാൻ കാരണം. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ വായിച്ച് കിട്ടിയ പാദസരം എന്ന ഒരു ലേഖനം അതിൽ ഉണ്ടാവുകയും ഈ ലേഖനം സൗദി അറേബ്യയിലെ മലയാള ന്യൂസ് പത്രത്തിൽ വളരെ അധികം വായനക്കാർ ഇഷ്ടപ്പെടുകയും വായനക്കാർ നിരന്തരം കത്തുകളിലൂടെയൊക്കെ ഈ ലേഖനത്തെക്കുറിച്ച് അവിടുത്തെ പത്രങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എഴുതാനുണ്ടായ ഒരു ത്വര, അല്ലെങ്കിൽ എഴുതാൻ തോന്നിയൊരു വിഷയം ഇതായിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു തുടക്കം. ചില അനുഭവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഒരു എഴുത്ത് രീതി സ്വീകരിക്കാൻ പ്രചോദകമായതും വായന കൊണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വായന വാരമൊക്കെ ആഘോഷിക്കുന്ന കാലഘട്ടങ്ങളിൽ ചില സ്കൂളുകളിലേക്കൊക്കെ എന്നെ ക്ലാസ് എടുക്കാനും വിദ്യാരംഗം കലാവേദിക്കൊക്കെ വേണ്ടി ക്ഷണിക്കുമ്പോൾ ഞാൻ ഈ സംഭവം ചിലയിടത്തെങ്കിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അന്നത്തെ കഥ ഇതിലെ നായകൻ, ഈ വായിച്ചു കിട്ടിയ പാദസരം മകൾക്ക് അയക്കാൻ അത് ലേഖനം എഴുതി നേടിയെടുത്ത നായകൻ ഈ പറയുന്ന ഞാൻ തന്നെയാണ്. ഈ കുഞ്ഞു മുഹമ്മദ് അഞ്ചുചോടി എന്ന പേരിൽ ഞാൻ പിന്നെ ഒരു പുസ്തകം, ആദ്യത്തെ പുസ്തകം ജീവിതമേ നന്ദി എന്ന പുസ്തകം എഴുതിയപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയ ലേഖനമാണ് വായിച്ചു കിട്ടിയ പാദസരം. അതിനെ ഞാൻ നിങ്ങൾക്കും വായനക്കാർക്കും വേണ്ടി മാത്രമൊന്ന് പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായും വായന കൊണ്ട് ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ഉണ്ടാവും. എന്തായാലും നമുക്ക് നഷ്ടമല്ല, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കും. അതുപോലെ തന്നെ ഇത്തരം ചില അനുഭവങ്ങൾ, ഇനിയും ധാരാളം അനുഭവങ്ങൾ വായിച്ചു കിട്ടിയ പാദസരം പോലെ എനിക്കുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വായിച്ചു കിട്ടിയ പാദസരം ഞാൻ വായനക്കാർക്കായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.